നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം പ്രോമിസ് ചെയ്ത പോലെ തന്നെ നമ്മുടെ നിന്നിയുമായിട്ടാണ്. അതായത് നമ്മുടെ PCODയുടെ കുറച്ച് എന്താ പറയാ ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിന്നി പറയൂ. PCOD കഴിഞ്ഞ ദിവസം നമ്മളത് ഇത് ഇട്ട് കഴിഞ്ഞപ്പോൾ ഒത്തിരി ആൾക്കാർ നമുക്കാണെങ്കിലും ഏറ്റവും കൂടുതലുള്ള ക്ലയൻസ് PCODക്കാരാണ്. ഇപ്പൊ ഒരു ദിവസം ഒരു 17 ക്ലയൻസ് ഉണ്ടെങ്കിൽ അതിനകത്തൊരു 8 പേരെങ്കിലും PCOD ഉള്ളവരാണ്. PCOD തൈറോയിഡ്. PCODക്ക് ആക്ച്വലി എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ക്യൂർ എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ കറക്ഷനും ഫിസിക്കൽ ആക്ടിവിറ്റിയാണ്. ലൈഫ് സ്റ്റൈൽ കറക്ഷൻ അകത്ത് തന്നെയാണ് ഈ ഫിസിക്കൽ ആക്ടിവിറ്റി വരുന്നത്. ഫുഡ് കൺട്രോൾ ചെയ്യുക, ഫുഡ് പ്രോപ്പർ ആക്കുക. അതിൻ്റെ കൂടെ എല്ലാ ദിവസവും എന്ത് ജോലി ചെയ്യുന്നവരാണെങ്കിലും ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 40 മിനിറ്റ് ഡെയിലി കുറച്ച് എന്തെങ്കിലും ഒരു വർക്കൗട്ട്. പിന്നെ ഈ PCODക്ക് ഒരു പ്രത്യേകതയുണ്ട്. ചുമ്മാ നമ്മളൊരു ജിമ്മിൽ പോയിട്ട് ഭയങ്കരമായിട്ടുള്ള വിഗ്രസ് വർക്കൗട്ട് ചെയ്യുന്നതിനേക്കാൾ എപ്പോഴും നല്ലത് കമ്പോസ്ഡ് ആയിട്ടുള്ള വർക്കൗട്ട്സ് ആണ്. ഒരുപാട് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ജിമ്മിൽ ചെന്നു, അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് നടന്നു, അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് നടന്നു, കാർഡിയോ ചെയ്തു, അത് കഴിഞ്ഞിട്ട് കുറച്ച് കമ്പോസ്ഡ് ആയിട്ടുള്ള വെയിറ്റ് ട്രെയിനിങ്, അതൊക്കെയാണ് എപ്പോഴും നല്ലത്. നമ്മൾ ഈ PCOD കേൾക്കുന്ന ഡോക്ടേഴ്സ് പറയും വണ്ണം കുറയ്ക്കണം. അതാണ് ആദ്യം. അതെങ്ങനെ കുറയ്ക്കണം, ഏത് രീതി കുറയ്ക്കണം എന്ന് പറയില്ല. വണ്ണം കുറയ്ക്കണം, വണ്ണം കുറയുമ്പോൾ തന്നെ പകുതി മാറും എന്ന് പറയും. അപ്പം ആദ്യം തന്നെ നമ്മൾ തീരുമാനിക്കും ഓക്കെ ജിമ്മിൽ ജോയിൻ ചെയ്യാം. അതൊക്കെ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഡിസിഷൻ. അത് വെരി നെക്സ്റ്റ് ഡേ വി പേ ദ എമൗണ്ട് ആൻഡ് വി ജോയിൻ എ ജിം. നമ്മൾ തന്നെ ഡയറ്റ് ചെയ്യുന്നു, ജിമ്മിൽ പോകുന്നു. കുറേ വിഗ്രസ് ആയിട്ട് മിക്കവാറും ആരും തന്നെ ഒരു പേഴ്സണൽ ട്രെയിനറിനെ അങ്ങനെ അധികം വെക്കാറില്ല. ചിലരെ വെക്കാറുള്ളൂ. ഇനിയിപ്പോ അഥവാ വെച്ചാൽ തന്നെ ഈ പറയുന്ന പോലെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഈ PCODക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഭയങ്കര നമ്മളെ എക്സോർട്ട് ചെയ്യുന്ന കൂട്ട് വർക്ക്ഔട്ട് ചെയ്യരുത്. കാരണം വീണ്ടും നമ്മുടെ ബോഡിക്ക് ഹോർമോണൽ ഇംബാലൻസ് വരും. അല്ലെങ്കിൽ സാധാരണ വീട്ടമ്മയ്ക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ എന്റെ ഒരു കാര്യം തന്നെ എടുക്കാം. ഞാൻ ഇപ്പൊ റീസെന്റ് ആയിട്ട് മാത്രം 8 kg കൂടിയത്. അല്ലെങ്കിൽ ഞാൻ എന്നുമേ സ്ലിമ്മാ. എന്നിട്ട് എനിക്ക് എനിക്ക് 15ാമത്തെ വയസ്സിൽ തൊട്ട് എനിക്ക് PCODയുടെ ഇഷ്യൂ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴും എനിക്ക് സ്ലിം ആണ്, പക്ഷെ PCODയുടെ ഇഷ്യൂ ഉണ്ട്. മറ്റേ ഇത് പീരീഡ്സ് ഒട്ടും തന്നെ റെഗുലർ ആയിരുന്നില്ല. എന്റെ പീരീഡ്സ് റെഗുലർ ആയപ്പോഴാണ് നന്ദു ജനിച്ചതിന് ശേഷം, അതായത് 12 വർഷമായിട്ട് മാത്രമാണ് എനിക്ക് പീരീഡ്സ് റെഗുലർ ആയിരുന്നത്. അപ്പൊ എങ്ങനെയാണ് ആ ഒരു വെയിറ്റ് ആയിട്ട് എന്താണ് ഒരു കണക്ഷൻ എന്നാണ് എന്റെ ചോദ്യം. ചില ആൾക്കാർക്ക് ചേച്ചി പറയുന്ന പോലെ ഒരു മെലിഞ്ഞായിരിക്കും ഇരിക്കുക, പക്ഷെ അവർക്ക് ചേച്ചി പറഞ്ഞ പോലെ തന്നെ PCOD പ്രശ്നങ്ങൾ ഉണ്ടാവും. ചേച്ചി കണ്ടിട്ടുണ്ടോ ഈ പറയുന്ന പോലെ മെലിഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് അറ്റാക്ക് വന്നു, അവര് പെട്ടെന്ന് കാർഡിയാക് അറസ്റ്റ് വന്നു, മരിച്ചു. നമ്മൾ അവർക്ക് കൊളസ്ട്രോൾ കൂടുതലായിരുന്നു, അറിഞ്ഞില്ലായിരുന്നു, പെട്ടെന്ന് കാർഡിയാക് അറസ്റ്റ് വന്നത്. അതിന്റെ റീസൺ ഇത്രയേ ഉള്ളൂ. നമ്മുടെ എല്ലാം ബോഡിയിൽ മെറ്റബോളിക് ഫാറ്റ് എന്ന് പറഞ്ഞിട്ടൊരു മെറ്റബോളിക് ഒബീസിറ്റി നമ്മൾ അതിനെ പറയും. അതായത് നമ്മുടെ ഉള്ളിൽ ഫാറ്റ് കാണും. ഈ വിസറൽ ഫാറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ ഓർഗൻസിന് ചുറ്റും ഒരു എമൗണ്ട് ഓഫ് ഫാറ്റ് ഉണ്ട്. അത് വേണം. കാരണം പെട്ടെന്ന് നമ്മളൊന്ന് വീണു അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായി, ഇപ്പൊ നമ്മുടെ ബോഡി ഫുൾ ഷേക്ക് ആകുമ്പോൾ ഈ ഓർഗൻസിന് ഒരു പ്രൊട്ടക്ഷൻ ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു ഷോക്കിനെ അബ്സോർബ് ചെയ്യാൻ ഫാറ്റ് വേണം. ഇപ്പൊ പെട്ടെന്ന് ഡയറക്റ്റ് ആയിരിക്കത്തില്ല ആ ഓർഗൻസിലേക്ക് ആ ഒരു ഷോക്ക് ചെല്ലുന്നത്. അപ്പൊ ഇത് ഈ ഫാറ്റ് അബ്സോർബ് ചെയ്തിട്ട് ബാക്കിയേ ചെല്ലുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഒരു ഫാറ്റ് വേണം. പക്ഷെ ഈ ഫാറ്റ് ചിലർക്ക് കൂടും. അതിനെയാണ് ഈ മെറ്റബോളിക് ഒബീസിറ്റി എന്ന് പറയുന്നത്. അതായത് അവരുടെ ബോഡിയിൽ ഫാറ്റ് പെർസെന്റേജ് കൂടുതലായിരിക്കും, പക്ഷെ അവർ മെലിഞ്ഞായിരിക്കും. അത് പുറത്തേക്ക് കാണില്ല, പക്ഷെ അത് സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് ഈ നമ്മുടെ തൊലിയുടെ അടിയിൽ വരുന്നതാണ്. ഭയങ്കരമായിട്ട് നമുക്ക് ഈ വണ്ണമായിട്ട് നമ്മൾ കാണും, ഇങ്ങനെ തൂങ്ങിക്കിടക്കും. അത് ചിലർക്ക് ഇത് ഈ അകത്തേക്കായിരിക്കും. അതായത് എല്ലാ ഓർഗൻസിന് ചുറ്റും നല്ല രീതിയിൽ ഫാറ്റ് കാണും, പക്ഷെ പുറത്തേക്ക് എങ്ങനെ ആയിട്ടുണ്ടാവും, മെലിഞ്ഞിരിക്കും. ഉള്ളിലാണ്. അതായത് ഈ സിസ്റ്റ് ഒക്കെ ഫോം ചെയ്തതിന്റെ ഒരു റീസണും അത് തന്നെയാണ്. ചിലരെ എനിക്ക് ഒത്തിരി ക്ലയൻസ് വരാറുണ്ട്. എന്ന് വെച്ചാൽ 150-140 കിലോ ഒക്കെ കാണും, ഒരു അസുഖം പോലും കാണില്ല. എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും പറയും വെയിറ്റ് കൂടുന്നതനുസരിച്ച് ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് വരുന്നത്, ഷുഗർ, കൊളസ്ട്രോൾ ഇങ്ങനെയൊക്കെ വരുന്നത്. പക്ഷെ ഇവർക്കത് കാണില്ല. കാരണം ഇവരുടേത് മൊത്തത്തിൽ ഈ പുറത്തേക്കാണ് അവരുടെ ഈ ഒരു കൊഴുപ്പ് മുഴുവൻ വരുന്നതും. അപ്പം അതിലും ഞാൻ കൂടുതലും ഈ വക ലൈഫ് സ്റ്റൈൽ പ്രോബ്ലംസ് കാണുന്നത് ഈ കുറച്ച് വലിയ വെയിറ്റില്ല എന്നാൽ ഒരു 10 കിലോ കൂടുതൽ അങ്ങനെയുള്ളവർക്ക് കൂടുതലും. അതെ, ഇപ്പൊ എന്റെ ഒരു എക്സ്പീരിയൻസ് അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ സ്റ്റഡി ചെയ്താലേ നമുക്ക് മനസ്സിലായത് എന്തുകൊണ്ടാണെന്നുള്ളത്. എന്നാലും വരുന്നതിനകത്ത് ഒരു 110-130 കിലോ എന്നൊന്നും പറയുന്നവർക്ക് അസുഖങ്ങളെ കാണില്ല. അവർക്ക് വെയിറ്റ് മാത്രമാണ് അവരുടെ കൺസേൺ. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഡോക്ടേഴ്സിന്റെ അടുത്ത് അത് ചെല്ലുമ്പോ പറയുന്നത്, ഈവൻ എന്റെ അടുത്തും എനിക്ക് ആദ്യത്തെ മാവിണ്ടായതിനു ശേഷം 2ാമത് കൺസീവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ഞാൻ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോ എനിക്ക് അന്ന് 60 കിലോ ആയിരുന്നു. അപ്പൊ ഡോക്ടർ ആദ്യം പറഞ്ഞ എന്റെ അടുത്ത് വെയിറ്റ് കുറച്ചിട്ട് വരാനായിരുന്നു. അപ്പൊ ഞാൻ പക്ഷെ എന്നിട്ട് ഒരു 5 കിലോ യോഗ ചെയ്തു, എക്സസൈസ്, സൂര്യ നമസ്കാരമൊക്കെ ചെയ്ത്
5 കിലോ കുറച്ചതിന് ശേഷമാണ് പുള്ളിക്കാരി ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അതാണ് ഒരു വെച്ചാൽ ആ ഒരു വെയിറ്റ് ആണ് അല്ലെ. ഈ മെറ്റബോളിക് ഒബേസിറ്റിക്ക് നമുക്ക് ഒറ്റ മാർഗമുള്ളൂ, നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാം. നമ്മൾ എന്തെങ്കിലും ഈ പറയുന്ന പോലെ കമ്പോസ്റ്റ് വർക്ക്ഔട്ട്സ് എപ്പോഴും നല്ലത്, യോഗ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സ്ലോ ആയിട്ടുള്ള നടപ്പ്. അല്ല, വേറെ സംശയം ഞാൻ ചോദിക്കട്ടെ. ഈ പറഞ്ഞില്ലേ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ വളരെ മെലിഞ്ഞ ഒരാളാണ്, അയാൾക്ക് ഇനി മെലിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഒന്നുമില്ല, കാണാനും അയാൾ കിട്ടത്തില്ല. അപ്പൊ അയാൾ എന്ത് ചെയ്യും? അപ്പൊ നമുക്ക് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഡയറ്റ് കൊടുത്തിട്ട് അവരെ കൊണ്ട് നമുക്ക് അവരുടെ ഫാറ്റ് നമുക്ക് ബേൺ ചെയ്യിപ്പിക്കാം. അപ്പൊ അവർ ഒത്തിരി ഇങ്ങനെ മെലിഞ്ഞു പോകും. അപ്പൊ അവർക്ക് അവർ നമ്മൾ ഈ പുഷ്ടി എന്നൊക്കെ പറയില്ലേ, നന്നായിട്ടായിരിക്കും കണ്ടു കഴിയുമ്പോൾ ഒരു ഇതുണ്ട്. അപ്പം ആ ഒരു പ്രോട്ടീൻ കൊടുത്ത് നമുക്ക് അവരുടെ ഫാറ്റിനെ ബേൺ ചെയ്താൽ മതി. നമ്മൾ വർക്ക്ഔട്ടും എല്ലാം കൂടെ ചെയ്യുമ്പോഴത്തേക്കും കറക്റ്റ് ആവും. പിന്നെ അതിന്റെ കൂടെ പ്രോട്ടീനും കൂടെ കൊടുക്കുമ്പോൾ മസിൽ സ്ട്രെങ്തനിങ് നടക്കും, നമ്മൾ ഒന്നുകൂടെ ഹെൽത്തി ആവും. ഈ PCOD എന്ന് പറഞ്ഞ വല്ലാത്തൊരു സംഭവമാണ് കേട്ടോ. ചേച്ചിയുടെ സിസ്റ്റം അപ്പൊ എനിക്ക് മെയിൻ ഇഷ്യൂ എന്ന് വെച്ചാൽ മൂഡ് സ്വിങ്സ് ഉണ്ടായിരുന്നു. ഈ PCOD-യുടെ മെഡിക്കേഷൻ ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 15 വയസ്സ് മുതൽ ഞാൻ മെഡിക്കേഷൻ തുടങ്ങിയിട്ടുള്ള ഒരാളാണ്. അപ്പൊ പല ടൈപ്പ് എല്ലാവിധ മരുന്നുകളും ഞാൻ കഴിച്ചിട്ടുണ്ട്. അപ്പൊ ചില മരുന്നുകൾ കഴിക്കുമ്പോൾ നമ്മള് പ്രത്യേകിച്ച് ഷുഗറിന്റെ ടാബ്ലറ്റ് നമുക്ക് ഇത് തരുന്നത് ഇംഗ്ലീഷ് മെഡിസിൻ എന്ന് പറയുന്ന മെറ്റ്ഫോമിനാണ്. മെറ്റ്ഫോമിൻ കഴിക്കുമ്പോൾ എന്താ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണ. അപ്പൊ നവീനൊക്കെ പ്രസവിച്ച് കഴിഞ്ഞതിന് ശേഷം മെറ്റ്ഫോമിൻ കഴിയുമ്പോൾ ഈ കുട്ടിക്ക് പാൽ കൊടുക്കാൻ പോലെ ഉള്ള ഒരു ആരോഗ്യമില്ല. അപ്പൊ പിന്നെ ഞാൻ ഞാൻ നിർത്തി. പിന്നെ ഞാൻ പലതും ട്രൈ ചെയ്തിട്ട് അവസാനം നിർത്തി. ഞാൻ വേണ്ടാന്ന് വെച്ചുള്ള ഒരു പരിപാടിയാണ്. അതിനുശേഷമാണ് ഞാൻ നിന്നിനെ പരിചയപ്പെടുന്നത് ഇപ്പൊ റീസെന്റ് ആയിട്ട്. അപ്പൊ നിന്നിയുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പോ നിന്നി പറഞ്ഞു നമുക്കൊരു ഫോം തരും. നിന്നി ആർക്കാണെങ്കിലും ഫസ്റ്റ് നമുക്കൊരു ഫോം തന്നിട്ട് ഫില്ലപ്പ് ചെയ്ത് കൊടുക്കണം. അതായത് അപ്പൊ അതിലുള്ള ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ എയിം, എന്താണ് അസുഖം, അല്ലെങ്കിൽ എത്ര വെയിറ്റ് കുറയ്ക്കണം, അല്ലെങ്കിൽ എന്തിനാണ് ഡയറ്റ് ചെയ്യുന്നതെന്നുള്ള ഒരു കുറച്ച് ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ആയിട്ട് ഞാൻ മെയിൻ ആയിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ PCOD-ക്ക് ആയിരുന്നു. അപ്പോൾ ഇനി അതിനനുസരിച്ചുള്ള ഡയറ്റ് നമുക്ക് തന്നു. ബൈ ഗോഡ്സ് ഇടയ്ക്ക് കുറച്ച് ഫുഡ്, അതായത് കിച്ചണിൽ കിട്ടുന്ന കുറച്ച് സാധനങ്ങൾ തന്നെ, കുറച്ച് ഡ്രിങ്ക്സും നമ്മുടെ ഒരു ഹോർമോണൽ കൺട്രോളിന് വേണ്ടി ഇൻസുലിൻ റെസിസ്റ്റൻസിനൊക്കെ വേണ്ടിയിട്ട് നമ്മളത് അങ്ങനെ കുറച്ച് ഡ്രിങ്ക്സും ഇല്ലായിരുന്നു, സിനമൺ വാട്ടർ അങ്ങനെ. ഡയറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ പോയി സ്കാൻ ചെയ്തപ്പോഴും ബൈ ഗോഡ്സ് ഗ്രേസ് ആൻഡ് നിന്നീസ് ഗ്രേസ് PCOD എന്നുള്ളൊരു സംഭവം, അതായത് സിസ്റ്റ് ഇല്ല അറ്റ് പ്രസന്റ്, ടച്ച് വുഡ്. അപ്പൊ പക്ഷെ അതിന്റെ പരമാവധി എനിക്കൊരു ചെറിയ ഫൈബ്രോയിഡ് ഡെവലപ്പ് ചെയ്ത് വന്നിട്ട് ചെറുതാണ്. ഇപ്പൊ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല. അപ്പൊ ഡോക്ടർ 2 മാസം കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് സ്കാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ നിന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഡയറ്റ് നമുക്ക് ഫൈബ്രോയിഡിന് ഒരു ഡയറ്റ് ഒന്ന് വേണം. റിസൾട്ട് നമ്മൾ പറയാം. അപ്പൊ എനിക്ക് 68 കിലോ ആയിരുന്നു എന്റെ വെയിറ്റ്. അതായത് ഈ കൊറോണയിലായിരുന്ന സമയത്ത് നമ്മൾ അധികം എക്സസൈസ് ഒന്നും ഇല്ലാത്ത കാരണം പിന്നെ ഫുഡ് കുറെ എക്സ്പെരിമെന്റ്സും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം ഞാൻ 6 കിലോ കൂടി, ജാൻചേട്ടൻ ഒരുപാട് കൂടി. അപ്പൊ ഞാൻ 68 തന്നെ എന്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 60 ആയിരുന്നു. ജാൻചേട്ടൻ 15 കിലോ ആയിരുന്നു ജാൻചേട്ടന്റെ ടാർഗറ്റ്. അപ്പൊ 60 കിലോ ആയപ്പോ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ എനിക്ക് തന്നെ എന്റെ കണ്ണാടി നോക്കുമ്പോൾ ഒരു ഓവർ മെലിഞ്ഞ പോലെ ഒരു ഫീലിംഗ് വന്നായിരുന്നു. അപ്പൊ അതിൽ നിന്ന് ഞാൻ 2 കിലോ കൂട്ടി. ഇപ്പൊ ഞാൻ 62 കിലോ. എല്ലാരും ചോദിക്കുന്ന ഒരു ചിലര് വന്നിട്ട് പറയും എനിക്ക് മെലിയണം പക്ഷെ എന്റെ മുഖം മെലിയരുതെന്ന് പറയും. പക്ഷെ നമ്മൾ മൊത്തത്തിൽ മെലിയുമ്പോൾ നമ്മുടെ മുഖം മെലിയും. നമ്മൾ അത് കഴിഞ്ഞിട്ട് ഒരു ബഫർ ഇട്ടിട്ട് പിന്നെ നമ്മൾ ഒന്ന് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഡയറ്റ് പോയി മെയിൻറ്റെയിൻ ചെയ്യുന്നത് എപ്പോഴും നല്ലത്. ഒന്ന് നമ്മൾ മൊത്തത്തിൽ ഒന്ന് നമ്മൾ സ്ലിം ആയതിനു ശേഷം പിന്നെ നമ്മളൊന്ന് ഒരു കുറച്ച് ഡയറ്റിലൊരു വേരിയേഷൻസ് വരുത്തിയിട്ട് നമുക്കറിയാം മുഖം മെലിഞ്ഞു പോയി. അപ്പൊ ഒന്ന് ഒരു പിന്നെ ഇതിന്റെ ഗുണം എനിക്ക് ഫീൽ ചെയ്തെന്ന് വെച്ചാൽ ഞാൻ ഇതിനു മുമ്പ് ഞാനും ജാൻചേട്ടനും പല വിധത്തിൽ ഡയറ്റ് എടുത്തപ്പോഴും നമുക്ക് സ്കിൻ സാഗിങ് ഉണ്ടല്ലോ, ഇങ്ങനെ തൊലി ഇങ്ങനെ തൂങ്ങുന്ന ഒരു പോലെ വരുന്ന പോലെ തോന്നും. പക്ഷെ ഇത് ചെയ്തപ്പോ നമ്മൾ വളരെ 100 ഗ്രാം 200 ഗ്രാം ഒക്കെയാണ് ഒരു ദിവസം കുറയുന്നത്, ചില ദിവസം കുറയുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു റിഡക്ഷൻ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഞാനും ചേച്ചി 3 കിലോ ഞാൻ പ്രോമിസ് ചെയ്യാറുള്ളൂ. ഇപ്പൊ എന്നുവെച്ചാലേ ചിലര് വന്നിട്ട് പറയും 3 ഉള്ളോ, 3 മതിയല്ലോ, നമുക്ക് ധൃതി ഒന്നും. ഞാൻ പറയും നിങ്ങൾക്ക് എന്തെങ്കിലും ധൃതി ഉണ്ടോ ഇതൊക്കെ ചെയ്തിട്ട് പെട്ടെന്ന് എന്തെങ്കിലും ഇപ്പൊ ഒരു കല്യാണം, എന്റെ കല്യാണമാണ് ചേച്ചി, എനിക്കൊരു 3 മാസം കൊണ്ട് മെല്ലാം. ഓക്കെ, അതൊരു ജെനുവിൻ ആയിട്ടുള്ള കാര്യം. ആ കല്യാണത്തിന്റെ ദിവസം ആഘോഷം നന്നായിരിക്കണം. അപ്പൊ എനിക്ക് ബ്രൈഡൽ പാക്കേജസ് ഉണ്ട്, അതിനകത്തൊരു കുറച്ച് ഭയങ്കര വെയിറ്റ് ഉള്ളവരാണെങ്കിൽ ഞാൻ ഇച്ചിരി എക്സ്ട്രീം ഒക്കെ പോകും. പക്ഷെ കല്യാണം കഴിഞ്ഞിട്ട് അവരുടെ വിരുന്നിൽ അവരത് കോമ്പൻസേറ്റ് ചെയ്യും. PCOD അപ്പൊ ഞാൻ പോയിട്ടുള്ള ഡോക്ടേഴ്സ് പലരും എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് അത് നമ്മൾ മരിക്കുന്നവരെ അല്ലെങ്കിൽ ഇത് മാറ്റാൻ പറ്റില്ല എന്നുള്ള ഒരു സംഭവം. വെയിറ്റ് കൂടുമ്പോ കുറയും, വെയിറ്റ് കൂടുമ്പോ അതിനൊപ്പം വരുന്ന ഒരു അസുഖം, വെയിറ്റ് കുറയുമ്പോ അതനുസരിച്ച് ബെറ്റർ ആവുന്ന ഒരു അസുഖമാണ് PCOD. പിന്നെ PCODക്ക് ഒരു ഭയങ്കരമായ ഒരു വൃത്തികെട്ട ഒരു പാട്ടുണ്ട് എന്ന് വെച്ചാൽ ആ പീരിയഡ്സിന്റെ ടൈം ആകുമ്പോഴത്തേക്ക് ഒന്നാമത് കറക്റ്റ് ടൈമിലാവില്ല. PCOD ഉണ്ടെങ്കിൽ പീരിയഡ്സ് ടൈം ആകുമ്പോഴത്തേക്ക് ആ ഒരു ആകുന്നതിന് ഒരാഴ്ച മുന്നേ നമ്മുടെ മുഖവും വീർത്ത് മെന്റലി നമ്മളെ ആ കോൺഫിഡൻസിലാക്കി. ഇപ്പൊ ഓഫീസിലൊക്കെ പോകുന്നവരാണെങ്കിൽ അവരുടെ വെയിറ്റ് സൈസ് ഒരു കറക്റ്റ് വെയിറ്റ് സൈസ് ഉള്ള
പാന്റ് ആയിരിക്കും. ആ ടൈം ആകുമ്പോഴത്തേക്ക് ചേരത്തില്ല. കാരണം നമ്മുടെ മുഖവും വീർത്തിരിക്കും ഭയങ്കരമായിട്ട്. ഭംഗി അത് മുഖത്തിന് ഫിസിക്കലായിട്ട് പിന്നെ മെന്റലി നമുക്ക് ഒരു ചെറിയൊരു എപ്പോഴും വഴക്കിടാനുള്ള ടെൻഡൻസി അല്ലെങ്കിൽ എപ്പോഴും സങ്കടപ്പെടാനുള്ള ടെൻഡൻസി. വീട്ടിലുള്ള ആൾക്കാരുടെ കാര്യമാണ് കഷ്ടം. നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാം ഭാര്യക്ക്, അതായത് പ്രത്യേകിച്ച് ജാനിയേട്ടനൊക്കെ എന്റെ കാര്യത്തിൽ അറിയാം അതൊരു അതായത് ഭാര്യനെ ഒബ്സർവ് ചെയ്യുന്നൊരു ഭർത്താവാണെങ്കിൽ അത് അറിയാൻ മനസ്സിലാവും. ഏകദേശം അറിയാം. പക്ഷെ PCOD ഇല്ലെങ്കിൽ നമ്മുടെ ഈ മുഖത്ത് വേരിയേഷൻ ഒന്നും കാണില്ല. അത് വരുന്നത് നമ്മൾ അറിയുപോലില്ല. പീരിയഡ്സ് വരും നമ്മുടെ ഡേറ്റില്, കറക്റ്റ് ഡേറ്റിൽ വരും. നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്താൽ മതി, ഇന്ന ഡേറ്റിൽ പീരിയഡ്സ് വരും. എന്റെ എക്സ്പീരിയൻസ് ആട്ടോ. എനിക്കും ഈ ഇടയ്ക്ക് പറയുന്ന പോലെ ഭയങ്കര സെഡൻഡറി വർക്ക് വരുമ്പോഴത്തേക്കും PCOD ഒരു ബിഗിനിങ് കാണും. അപ്പൊ തന്നെ ഞാൻ ഒരു മാസത്തില് ഡയറ്റ് എടുത്തങ്ങ് അതിനെ ക്യൂർ ചെയ്ത് വിടും. അല്ലെങ്കിൽ ഞാൻ വർക്ക്ഔട്ട് ചെയ്യും. ഒരു ദിവസത്തിൽ ഒരു 1 hour ഒരു 7000 സ്റ്റെപ്സ് വെച്ചാൽ ധാരാളം മതി. എന്നും ഡെയിലി നമ്മളതൊക്കെ ചെയ്തു പോയാൽ ഡെഫിനറ്റ്ലി നമ്മുടെ PCOD ഒക്കെ വളരെ കൺട്രോളിലേക്ക് വരും. പിന്നെ പീരിയഡ്സ് ആകുമ്പോ തന്നെ PCOD കൂടി വരുന്ന പിള്ളേരുണ്ട്. അവർക്ക് പറയുന്ന പോലെ ഹെയർ ഗ്രോത്ത്, അവരുടെ ഒരു മുഴുവൻ പിമ്പിൾസ് വരും. പിന്നെ ഒരു മുഖം ഇങ്ങനെ പഫി ആയിട്ടിരിക്കും, ഒരു ഭംഗി പോകും. ആ ടൈമിലൊക്കെ വേണ്ടേ നല്ല സുന്ദരി ടൈമല്ലേ. അത് ഞാൻ സഫർ ചെയ്തിട്ടുള്ള ഒരു കാര്യം. കാരണം എനിക്കിപ്പോ ദിവസമായിട്ട് പിമ്പിൾസ് ഒന്നും ഉണ്ടായിരുന്നില്ല, മെലിഞ്ഞിട്ടുള്ളായിരുന്നു. പക്ഷെ ഈ ഹെയർ ഗ്രോത്ത് ഉള്ള കാര്യം ഞാൻ പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ, ഹെയർ ഗ്രോത്ത് ഉള്ള കാരണം നമ്മള് ആ കുഞ്ഞിലേ മുതൽ നമ്മൾ കോൺഫിഡൻസിന് ഇല്ലാതാക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഈ PCOD എന്നുള്ള ഒരു മഹാവിപത്താണെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഒരു കുട്ടിയുടെ ഹെയർ ഗ്രോത്ത് പറയുമ്പോൾ ക്ലാസ്സിലൊക്കെ പിള്ളേര് കളിയാക്കുന്നു. നമ്മൾ ആ അനുഭവിക്കുക, അതായത് ഈ ഹെയർ ഗ്രോത്ത് ഉള്ളിടത്തോളം കാലം ആ വേദന അനുഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷെ ലേസർ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു സംഭവത്തിന് പോകുമ്പോൾ അവിടുത്തെ ഡോക്ടേഴ്സ് പറയുന്ന കാര്യം എന്താ, നിങ്ങൾക്ക് PCOD ഉണ്ടെങ്കിൽ ഇത് കാര്യമില്ല, PCODയുടെ ട്രീറ്റ്മെന്റ് എടുത്ത് അതൊന്ന് ശരിയാവുന്ന വരെ അല്ലെങ്കിൽ നമുക്ക് പ്രയോജനമില്ല എന്ന് പറഞ്ഞിട്ടാണ് ലേസർ. അപ്പൊ അവര് കൈയൊടിയുന്ന ഒരു രീതിയാണ് ആക്ച്വലി പറയുകയാണെങ്കിൽ. അപ്പൊ എന്റെ PCOD ഒരു ഏകദേശം നമുക്കൊന്ന് ഓക്കെ ആവുന്ന രീതിയിലായപ്പോഴാണ് എനിക്ക് ലേസർ ട്രീറ്റ്മെന്റ് ഫലിക്കാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ അതും ഇത്രയും കാലം അത് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ എന്താ പറയുക, മെയിൻ ആയിട്ട് കാരണം ഉണ്ടാകുമ്പോ തന്നെ PCODയോടെയാണ് ഇവർക്ക് പീരിയഡ്സ് വരുന്നത്. പിന്നെ അതങ്ങ് കെയർ ചെയ്യുന്നില്ല. പക്ഷെ ശരിക്കും പേരൻസും അതൊന്ന് ശ്രദ്ധിച്ച് അവരെ ഒരു 1 month ഒരു ഡയറ്റ്, ഇവർക്കൊന്നും 3-4 മാസത്തിന്റെ ഡയറ്റിന്റെ ആവശ്യമില്ല. പിള്ളേർക്ക് അവരുടെ മെറ്റബോളിക് റേറ്റ് ഭയങ്കരമാണ്, അവർ ഗ്രോയിങ് സ്റ്റേജ് ആണ്. അവർക്ക് ഒരു ഇച്ചിരി ഫാറ്റ് പെർസെന്റേജ് കൂടുതലുണ്ടെങ്കിൽ ഒരു ചെറിയ ഒരു 1 monthന്റെ ഒക്കെ ഒരാളുടെ കൺട്രോളിൽ ഒന്ന് പോയാൽ മതി. ഈസി ആയിട്ട് ഇതിനെ ക്യൂർ ചെയ്യാൻ പറ്റും. അതൊക്കെ ആദ്യം തന്നെ ചെയ്യണം. സഫർ ചെയ്യാൻ വിടുന്നത് പാരന്റ്സിനുണ്ടായിരുന്നില്ല, പ്രത്യേകിച്ച് പല ഡോക്ടേഴ്സിനും അറിയില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് അന്നത്തെ കാലത്ത് നടക്കാതെ കാര്യം ഇന്നത്തെ കുട്ടികൾക്ക് നടക്കും തീർച്ചയായിട്ടും. അപ്പൊ പാരന്റ്സ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ എന്റെ അടുത്ത് കുറെ മെസ്സേജ് അയക്കാറുണ്ട്. അതെ, കുഞ്ഞുങ്ങൾക്ക് ഇതേപോലെ പീരീഡ്സ് തുടങ്ങി സ്റ്റാർട്ട് ചെയ്തപ്പോ ഇതേപോലെ രോഗം വരുന്നുണ്ട്, എന്താ ചെയ്യണ്ടേ? അപ്പൊ ഞാൻ ഇതന്നെ പറയാം, നല്ലൊരു ഡയറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നല്ലൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക, അല്ലെങ്കിൽ വെച്ചോണ്ടിരിക്കരുത്. ഞാൻ ആ കുട്ടിയുടെ മനസ്സ് മതി ചേച്ചി. ഒരു എല്ലാ ദിവസവും 1/2 മണിക്കൂർ ഒന്ന് ഫിസിക്കലി ആക്റ്റീവ് ആകാൻ അവരെ പഠിപ്പിക്കുക. ഫുഡിനകത്ത് ഇന്ന സാധനങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. നമ്മളല്ലേ കൊടുക്കുന്നത്, അതിപ്പം പേരന്റ്സിന് ചെയ്യാനുള്ളതല്ലേ ഉള്ളൂ. അതെന്താ പ്രശ്നം? ഇപ്പോഴത്തെ കുട്ടികൾക്ക് പറഞ്ഞാൽ അത് കയ്യിലെടുത്ത് കൊടുക്കുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട്. കാരണം അമ്മമാര് പറഞ്ഞാലൊന്നും അല്ല, എല്ലാ കുട്ടികളെ പറ്റിയല്ല ഞാൻ പറയുന്നത്. പക്ഷെ മരുന്നാണെങ്കിൽ കയ്യിലെടുത്ത് കൊടുക്കുന്ന എല്ലാം. അപ്പൊ ഈ ജങ്ക് ഫുഡ് എന്ന് പറഞ്ഞ സംഭവം നമുക്കൊരു വലിയൊരു പ്രശ്നം തന്നെ മാറി. PCOD കൂടി തന്നെ അവർക്ക് വരുന്നത്. പക്ഷെ കഴിച്ചിട്ടില്ല. എന്റെ ജനറേഷനിൽ എവിടെ ജങ്ക് ഫുഡ് ഉണ്ടായിട്ടാ? അതെന്തോ വന്നോണ്ടിരിക്കുന്നുണ്ട്. പണ്ടത്തെ കാലത്തൊന്നും ഇത്ര ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അതിങ്ങനെ എല്ലാ പിള്ളേർക്കും രീതിയിൽ ഇപ്പൊ ഉണ്ട്. പക്ഷെ വരുന്ന സമയത്ത് ഇത് കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു കുഞ്ഞിനെ ഒരു ഇച്ചിരി കഴിയുമ്പോഴേക്കും നമുക്ക് അറിയാൻ പറ്റും. കുട്ടീനെ കാണുമ്പോ മീശൊക്കെ അതൊക്കെ വരാൻ തുടങ്ങുമ്പോഴേക്കും അമ്മമാര് ശ്രദ്ധിച്ചിട്ട് അതിന്റേതായ കറക്റ്റ് ആയിട്ട് ഡോക്ടേഴ്സിനെ ഒന്ന് കാണിക്കുക. അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ഒരു ഡയറ്റ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ കുട്ടികളുടെ തീർച്ചയായിട്ടും ആ ഒരു ആ കുട്ടികളുടെ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ അവരൊന്ന് അല്ലേ. പണ്ടൊക്കെ ഡോക്ടേഴ്സിന്റെ അടുത്ത് പോകുമ്പോൾ PCOD ഉണ്ടെന്ന് പറയുമ്പോൾ അവര് പറയുന്നത് കല്യാണം കഴിഞ്ഞിട്ട് വാ എന്നിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യാമെന്നായിരുന്നു. കാരണം അതിനർത്ഥം അതിന് പ്രത്യേകമായ ഒരു ട്രീറ്റ്മെന്റ് ഇല്ല. ആ ചെറുപ്രായത്തിൽ തന്നെ എങ്ങനെ ഈ മെറ്റ്ഫോമിൻ മുഴുവൻ കൊടുക്കുന്നത്? അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നുള്ള ടാബ്ലറ്റ്സ് എങ്ങനെ കൊടുക്കുന്ന ഓർത്തൊരു ഡോക്ടേഴ്സ് അത് ചെയ്യാനായി. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും PCODയുടെ അതായത് പലതരത്തിൽ PCOD ഉണ്ടല്ലോ. എനിക്ക് ദൈവം സഹായിച്ചിട്ട് കുട്ടികൾ ഉണ്ടാവാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ ചിലവർക്ക് PCOD പ്രശ്നങ്ങൾ കുട്ടികളില്ലാത്തൊരവസ്ഥ. അപ്പൊ ആ സമയം അവർ സഫർ ചെയ്തോണ്ടിരിക്കുക. അപ്പൊ അതിന് മുമ്പ് എന്റെ അഭിപ്രായത്തിൽ കല്യാണത്തിന് മുമ്പായിട്ട് PCOD ഉള്ള 14, 13, 11 വർഷമൊക്കെ കാത്തിരുന്നിട്ട് മക്കളുണ്ടാകാത്തവര് വന്ന് ഇത് ക്യൂറായി
മൂന്നാമത്തെ മാസം ആകുമ്പോഴത്തേക്ക് അവര് പ്രഗ്നൻസിയുടെ ആയിട്ട് എടുത്ത ഒത്തിരി കേസുണ്ട് കേട്ടോ. പിന്നെ അതിപ്പോ നമുക്കിങ്ങനെ എല്ലാവരുടെയും കറക്റ്റ് ആയിട്ടൊന്നും പറയാൻ പറ്റില്ല, കാരണം അവർക്കൊന്നും കുഞ്ഞുങ്ങൾ ഉണ്ടാവുമല്ലോ, അതിനുള്ള ടൈം നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഡയറ്റ് ചെയ്തിട്ട് കുറെ നാളുകൾ 6 മാസം കണ്ട് കുട്ടിക്ക് 1 വർഷം കണ്ട് കുട്ടിക്ക് പീരീഡ്സ് ആവാതിരുന്നിട്ട് അപ്പൊ അവർക്കൊക്കെ എന്തൊരു സന്തോഷാന്നറിയാമോ. അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ കുഞ്ഞുങ്ങളാവുമ്പോഴൊക്കെ വലിയ സന്തോഷം. അപ്പൊ നമ്മുടെ ജീവിത രീതി തന്നെയാണ് മെയിൻ ആയിട്ട് മാറ്റേണ്ടത്. അപ്പൊ ചെറിയ ചെറിയ കറക്ഷൻസ് മതി. ഒരു ദിവസത്തിൽ 1 മണിക്കൂർ നമുക്കൊന്ന് മാറ്റി വെക്കാനുണ്ടെങ്കിൽ ഇതൊന്നും വരില്ല. തീർച്ചയായിട്ടും. അപ്പൊ ജങ്ക് ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞ ഇന്നത്തെ പിള്ളേർ അനുസരിക്കില്ല. അപ്പൊ ജങ്ക് ഫുഡ് കൊടുക്കാൻ വല്ലപ്പോഴും സാറ്റർഡേ കൊടുക്കാം. അങ്ങനെ ഒരു ദിവസം വെക്കുക. സാറ്റർഡേ നിങ്ങളെ പുറത്തു കൊണ്ടുപോകും, നിങ്ങൾക്ക് എന്താ ഇഷ്ടമോ അത് മേടിച്ചു തരും. അപ്പൊ അവർക്കും കുഴപ്പമില്ല. അപ്പൊ അതേപോലെ തന്നെ അമ്മമാരും മക്കളുടെ അടുത്ത് പെൺമക്കളുടെ അടുത്ത് പ്രത്യേകിച്ച് ഇതിന്റെ ദോഷവശങ്ങളെ കുറിച്ച് ഇപ്പോഴും പറഞ്ഞു കൊടുക്കണം. കാരണം നിങ്ങൾ ഫ്യൂച്ചറിൽ ഇത്രയും സഫർ ചെയ്യാൻ പോകുന്നുണ്ട് മോളെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമുക്കത് നന്നായിട്ട് മുന്നോട്ട് പോവാന്ന് പറയുമ്പോൾ അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്ത പിള്ളേരൊന്നും അല്ലല്ലോ. അപ്പൊ അതിനെ കുറിച്ച് പണ്ട് കാലത്ത് കാരണവര് പീരീഡ്സ് എന്താന്ന് പറഞ്ഞു കൊടുക്കണേ. ഇന്നത്തെ പിള്ളേർക്ക് അതിന്റെ ആവശ്യമില്ല. അവര് വളരെ ചെറുപ്പത്തിലേ നമ്മൾ പറഞ്ഞു കൊടുക്കാതെ മതി. ഇപ്പൊ ഇതിനെപ്പറ്റി പറഞ്ഞു കൊടുത്താൽ മതി. പീരീഡ്സിനെ എങ്ങനെ ബെറ്റർ ആയിട്ട് ഇതിനെ ഒന്ന് ട്രീറ്റ് ചെയ്ത് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരു എന്താ പറയാ ഒളിവും മറവില്ലാത്തൊരു വീട്ടില് ആണെങ്കിൽ ഒരു കുഴപ്പമില്ല, തന്നെ മുന്നോട്ട് പോകും. അപ്പൊ PCOD കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കരുത്. നിന്നിയുടെ ഇൻസ്റ്റാ ID ഞാൻ താഴെ തരാം, അതേപോലെ തന്നെ വാട്സ്ആപ്പ് നമ്പർ ഞാൻ താഴെ തരാം. നിങ്ങൾക്ക് അപ്പോൾ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിന്നിയുടെ അടുത്ത് ചോദിക്കാം, അല്ലെങ്കിൽ കമന്റ്സ് ഇടുകയാണെങ്കിൽ നിന്നി വായിച്ചിട്ട് ഉത്തരം തരുന്നതായിരിക്കും. അപ്പൊ വിളിച്ചാലും മതി, കുഴപ്പമൊന്നും വിളിച്ചാലും ഇപ്പൊ എനിക്ക് തോന്നുന്നില്ല ഇത് ഡയലോഗ് പറയുന്നത്, കാരണം എല്ലാവരുടെ കോള് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. മാക്സിമം ശ്രമിക്കുക. പിന്നെ അവരെ എനിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അപ്പൊ നമുക്ക് പറ്റുന്ന കാര്യം മാത്രം പ്രോമിസ് ചെയ്യാം. വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം, അതല്ലെങ്കിൽ മെയിൽ അയക്കാം, അല്ലെങ്കിൽ ഇൻസ്റ്റയില് മെസ്സേജ് അയച്ചാൽ അതായിരിക്കും കൂടുതൽ നല്ലത്. ഇൻസ്റ്റയിൽ മെസ്സേജിന് ഞാൻ കറക്റ്റ് ആയിട്ടുള്ള റിപ്ലൈ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഇതുപോലൊക്കെ ഇവിടെ കമന്റ് ഇടാം, അല്ലെങ്കിൽ വാട്സാപ്പ്. ഓക്കെ, അപ്പൊ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം. ബൈ.